അഴിമതിരഹിത ഭരണം എന്ന വാഗ്ദാനവുമായി അധികാരത്തിലേറിയ ഒരു സർക്കാർ, സത്യസന്ധതയും സുതാര്യതയും ഉയർത്തിപ്പിടിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പു നൽകിയ ഒരു മുഖ്യമന്ത്രി. എന്നാൽ ആ വാഗ്ദാനങ്ങൾ വെറും വാക്കുകളായിരുന്നു എന്ന് സാധാരണക്കാർ സംശയിച്ചു പോകുന്നു. ഭരിക്കുന്നവരുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നത് ആരാണ്? പ്രതിരോധിക്കാൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ ജനങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുക? എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാറിന്റെ കേസ് ഈ ചോദ്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനായ MR അജിത് കുമാറിനെതിരെ ഉയർന്നത് നിസ്സാരമായ ആരോപണങ്ങളായിരുന്നില്ല. തിരുവനന്തപുരം കവടിയാർ പോലെയുള്ള നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള ഭൂമി വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിച്ചതിൽ അഴിമതി പണമുണ്ടെന്നായിരുന്നു ഹർജിക്കാരനായ അഭിഭാഷകൻ നാഗരാജ് ഉന്നയിച്ച വാദം. സാധാരണക്കാരായ ആളുകൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇവിടെ നടന്നത്. ഈ ആരോപണങ്ങൾക്കപ്പുറം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിൽ 33 ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങിയെന്നും കവടിയാറിൽ 31 ലക്ഷം രൂപയ്ക്ക് ഫ്ളാറ്റ് വാങ്ങി 65 ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റുവെന്നും ആരോപണങ്ങളുണ്ടായി. എന്നാൽ ഈ ആരോപണങ്ങളെ ഒന്നും വേണ്ടത്ര ഗൗരവത്തോടെയോ കാണാൻ നമ്മുടെ ഭരണകൂടം തയ്യാറായോ? അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അന്വേഷണം നടത്താൻ സർക്കാർ ചുമതലപ്പെടുത്തിയത് വിജിലൻസിനെയാണ്. എന്നാൽ ആ അന്വേഷണം പൂർത്തിയായപ്പോൾ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് കോടതിയിൽ സമർപ്പിച്ചത്. സർക്കാരിന്റെ ഈ നടപടി പല ചോദ്യങ്ങൾക്കും വഴിയൊരുക്കി. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തൻ എന്നറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാനായി സർക്കാർ ശ്രമിച്ചുവോ? അജിത് കുമാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ച് തന്നെ അന്വേഷണം നടത്തിയത് സത്യം പുറത്തു വരാതിരിക്കാനായിരുന്നു. ഈ വിജിലൻസ് റിപ്പോർട്ട് സർക്കാർ അംഗീകരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനങ്ങൾക്ക് മുന്നിൽ അഴിമതിക്കെതിരെ നിലകൊള്ളുന്ന ഒരു സർക്കാർ സ്വന്തം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ആ നയം ഇരട്ടത്താപ്പല്ലേ? എന്നാൽ ഈ കളികൾക്കെല്ലാം തടയിട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നു. വിജിലൻസ് സമർപ്പിച്ച ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് കോടതി തള്ളിക്കളഞ്ഞു. ഈ റിപ്പോർട്ടിൽ പല തിരിമറികളും സംശയിക്കുന്നതായും അജിത് കുമാറിനെതിരെ ഉയർന്ന എല്ലാ ആരോപണങ്ങളും അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നും കോടതി നിരീക്ഷിച്ചു. വിജിലൻസ് അന്വേഷണത്തിന്റെ കേസ് ഡയറി നേരിട്ട് പരിശോധിച്ച ശേഷമാണ് കോടതി ഈ നിർണായക ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർക്കാരും വിജിലൻസും ഒത്തുകളിച്ചുവെന്ന് സംശയിക്കാൻ ഈ വിധി മതിയായ കാരണങ്ങൾ നൽകുന്നുണ്ട്. കോടതിയുടെ ഈ ശക്തമായ നിലപാട് സർക്കാരിന്റെയും വിജിലൻസിന്റെയും വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യുന്നത്. അഴിമതിയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം രാഷ്ട്രീയ സെക്രട്ടറി P ശശിക്കെതിരെയും ഈ കേസിൽ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതന്വേഷിക്കാൻ സർക്കാർ എന്തുകൊണ്ട് തയ്യാറായില്ല? അജിത് കുമാറിന്റെ DGP പദവിയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തെ വരെ ബാധിക്കാൻ സാധ്യതയുള്ള ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും ഉത്തരം ആ ഭാഗത്ത് നിന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതിക്കാലയളവിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യം വന്നതാണ്. ഒന്നുകിൽ കടക്ക് പുറത്ത്, അല്ലെങ്കിൽ മുട്ടി ചുരുട്ടി ഊരിട്ടി. അത് തന്നെ.